ഹരേ കൃഷ്ണ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ 4ാമത്തെ ഉഗ്ര അവതാരമാണ് നരസിംഹമൂർത്തി. ഭക്തസംരക്ഷണത്തിനു വേണ്ടി തൂണു പിളർന്ന് പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവാണ് നരസിംഹമൂർത്തി. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ കൊല്ലാനുമായി അവതാരമെടുത്തതാണ് നരസിംഹമൂർത്തി. മഹാവിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹം അസുര രാജാവ് ഹിരണ്യാക്ഷനെ വധിച്ചു. ഇത് സഹോദരനായ ഹിരണ്യകശിപുവിൽ മഹാവിഷ്ണുവിനോട് പകയുണ്ടാക്കി. മഹാവിഷ്ണുവിനെ ഇല്ലാതാക്കുമെന്ന് ഹിരണ്യകശിപു തീരുമാനിച്ചു. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി. ദേവനോ മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത്, ഇങ്ങനെ തൻ്റെ മരണം ആകാവൂ എന്ന് വരം ബ്രഹ്മാവിൽ നിന്നും ഹിരണ്യകശിപു വാങ്ങി. വരബലത്തിൽ അഹങ്കാരിയായ ഹിരണ്യകശിപു ജനദ്രോഹിയായി. സഹോദരനായ ഹിരണ്യാക്ഷനെ പോലെ ഹിരണ്യകശിപുവും ദേവലോകം ആക്രമിച്ചു കീഴടക്കി. ദേവന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കി. ഇതിൽ ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. താൻ ഉടനെ പ്രശ്നപരിഹാരം നടത്തിക്കൊള്ളാമെന്ന് ഭഗവാൻ ദേവന്മാർക്ക് വാക്കുകൊടുത്തു. ഇതിനിടയിൽ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധു ഗർഭിണിയായി. സുന്ദരിയായ കയാധുവിനെ കണ്ടു മയങ്ങിയ ദേവേന്ദ്രൻ അവളെ ബന്ദിയാക്കി. ഹിരണ്യകശിപുവിനോട് പകവീട്ടാൻ ശ്രമിച്ചെങ്കിലും നാരദ മഹർഷിയുടെ ആവശ്യപ്രകാരം അവളെ വിട്ടയച്ചു. തുടർന്ന് കയാധുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹർഷി അവൾക്ക് വിഷ്ണു കഥകൾ ധാരാളം പറഞ്ഞു കൊടുത്തു. ആശ്രമത്തിൽ വെച്ച് തന്നെ കയാധു പ്രഹ്ലാദന് ജന്മം നൽകി. മാതൃഗർഭത്തിലായിരിക്കെ തന്നെ വിഷ്ണു കീർത്തനങ്ങളും മറ്റും കേൾക്കാനിടയായ പ്രഹ്ലാദൻ ബാല്യം മുതലേ തികഞ്ഞ വിഷ്ണു ഭക്തനായി മാറി. വളർന്നപ്പോൾ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയ പ്രഹ്ലാദൻ ഗുരുവടക്കം അവിടെയുള്ളവരെല്ലാം തികഞ്ഞ വിഷ്ണു ഭക്തരാക്കി മാറ്റി. ഇതിനിടയിൽ ഹിരണ്യകശിപു തൻ്റെ രാജ്യത്ത് വിഷ്ണു പൂജ നിരോധിച്ചു. ആരും വിഷ്ണുവിനെ പൂജിക്കരുതെന്നും തന്നെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നും ഹിരണ്യകശിപു ആജ്ഞാപിച്ചു. നിയമം ലംഘിച്ച് നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൻ്റെ പുത്രൻ ശത്രുവിനെ ഭജിക്കുന്നത് ഹിരണ്യകശിപുവിന് ഇഷ്ടായില്ല. ഹിരണ്യകശിപു അവനെ വധിക്കാൻ പല രീതിയിലും ശ്രമിച്ചു. ഭഗവത് കൃപ കൊണ്ട് എല്ലായിടത്തു നിന്നും അവൻ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇത് ഹിരണ്യകശിപുവിനെ കൂടുതൽ കോപിഷ്ഠനാക്കി. അയാൾ തൻ്റെ സഹോദരിയായ ഹോളികയെ അതിനായി വിളിച്ചു കൊണ്ടുവന്നു. ശരീരം ഒരിക്കലും ദഹിച്ചു പോകില്ല എന്ന വരം ഹോളിക ബ്രഹ്മാവിൽ നിന്നും കരസ്ഥമാക്കിയിരുന്നു. ഇതറിയാമായിരുന്ന ഹിരണ്യകശിപു തന്മൂലം പ്രഹ്ലാദനെ തീ കൊടുത്തു കൊല്ലാനാണ് തീരുമാനിച്ചത്. വിറക് ശേഖരിച്ച് കൊളുത്താനായി തീയും കൊണ്ടുവന്ന ശേഷം പ്രഹ്ലാദനെയും ഹോളികയെയും വിറകിന് മുകളിൽ കിടത്തി. തുടർന്ന് ഹിരണ്യകശിപു തീ കൊളുത്തി. എന്നാൽ പ്രഹ്ലാദൻ വീണ്ടും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഹോളികയുടെ വരം നിഷ്ഫലമാകുകയും അവൾ തീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. തുടർന്ന് പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യയ്ക്ക് പ്രഹ്ലാദനോട് ചോദിച്ചു, എവിടെ നിന്റെ വിഷ്ണു എന്ന് അലറിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, എൻ്റെ വിഷ്ണു തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൂടുതൽ ദേഷ്യത്തോടെ ഹിരണ്യകശിപു അടുത്തു കണ്ട ഒരു തൂണ് കാണിച്ചിട്ട്, ഇതിലും നിന്റെ വിഷ്ണു ഉണ്ടോ എന്ന് അഹങ്കാരത്തോട് ചോദിച്ചു. അപ്പോൾ മകനായ പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ വിഷ്ണു തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ടെന്ന്. ഇത് കേട്ട ഉടൻ തന്നെ ദേഷ്യത്തിൽ തൻ്റെ ഗദ കൊണ്ട് തൂണടിച്ചു തകർത്തു. ആ നിമിഷം ഉഗ്രരൂപനായ നരസിംഹമായ വിഷ്ണു ഭഗവാൻ പുറത്തു ചാടി. വരത്തിൽ പറഞ്ഞതുപോലെ പകലും രാത്രിയുമല്ലാതെ സന്ധ്യാസമയത്തായിരുന്നു നരസിംഹാവതാരം വന്നത്. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ ഒന്നുമല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തു കൊണ്ടുപോയ ഭഗവാൻ അയാളെ തൻ്റെ മടിയിൽ കിടത്തി കയ്യിലെ തൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് മാറ് കീറി പിളർത്തി ഹിരണ്യകശിപുവിൻ്റെ കുടൽമാല വലിച്ചെടുത്ത് കഴുത്തിലണിഞ്ഞ് ഭയങ്കരമായ അലറി. കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത്. അങ്ങനെ വരത്തിൻ്റെ മറ്റു നിബന്ധനകളും പാലിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാൻ പ്രഹ്ലാദൻ്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ശാന്തരൂപനായി. അവനെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി.